പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ക്ഷേമ പെൻഷൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ വിതരണം എല്ലാ മാസവും 20-ാം തീയതി കഴിയുമ്പോഴാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ മാസത്തിൽ മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ സാമ്പത്തിക വർഷ അവസാനമാണ്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട് തന്നെ തുകയുടെ വിതരണത്തിൽ കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് 24-ആണ്. 24-ാം തീയതി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ തുകയുടെ വിതരണം ഉണ്ട്. പക്ഷേ ഈ തവണ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച മുതലായിരിക്കും തുകയുടെ വിതരണം ഉണ്ടായിരിക്കുക എന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, പലരും വിചാരിച്ചിരിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനമാണ്, 2 മാസത്തെ തുകയൊക്കെ ലഭിക്കാം എന്നൊക്കെയാണ്. പക്ഷേ 2 മാസത്തെ തുകയില്ല, 1 മാസത്തെ തുക മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. 26 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുക വിതരണം ചെയ്യുകയും ബാക്കിയുള്ള ആളുകൾക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി തുക വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. 24-ാം തീയതി ഇന്ന് മുതൽ തന്നെ പെൻഷൻ്റെ വിതരണം നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കെട്ടിട തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ 16 മാസമായിട്ട് തുക കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. ആ ഒരു കുടിശ്ശികയിൽ ഒരു ഗഡു തുക ഇന്ന് മുതൽ വിതരണം ചെയ്തു തുടങ്ങുന്നുണ്ട്. അതും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള 500 രൂപ വരെ ലഭിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ വിതരണം ചെയ്യുകയും ആ ഒരു തുക സംസ്ഥാന സർക്കാരിന് പിന്നീട് കേന്ദ്രം നൽകുന്ന രീതിയിലുമാണ്. അതിൻ്റെ നടപടിക്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അതായത് ഈ 500 രൂപ വരെ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള ആളുകൾക്ക് ഈ ഒരു തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന രീതിയിലുമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോഴും ക്ഷേമ പെൻഷന് വേണ്ടി ഏകദേശം 62 ലക്ഷം ആളുകളാണ് നമ്മുടെ കേരളത്തിലാകമാനമുള്ളത്. ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി പെൻഷനൊക്കെ ആയിട്ട് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം അറിയാൻ സാധിക്കും. ഏകദേശം 850 കോടിയോളമാണ് പ്രതിമാസം, അതായത് ഓരോ മാസവും നമുക്ക് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചിലവാകുന്നത്. നിലവിൽ 3 മാസത്തെ തുക കുടിശ്ശിക ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും 3 മാസത്തെ തുക ഈ ഒരു അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പാകെ ഈ ഒരു തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് തീർക്കുകയും അതിനുശേഷം ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത ഒരു സാമ്പത്തിക വർഷം തുടക്കത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതുതന്നെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ മത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുവാൻ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ക്ഷേമ പെൻഷനൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഇനി അങ്ങോട്ട് കൂടുതൽ വിശദമായിട്ടുള്ള മറ്റ് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ചാനലായിട്ട് നമ്മുടെ ചാനൽ വളരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.